കുടുംബം പ്രതീക്ഷ വെക്കുന്നത് ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നത് ആ ഭാഗത്ത്, അതായത് ഇപ്പോൾ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തെ മണ്ണ് കൂടെ നീക്കം ചെയ്യണം, അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇനി കൂടുതൽ മണ്ണ് നീക്കം ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ മലയിടിച്ചിലിനായി കുറച്ചുകൂടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് അവസ്ഥകൾക്കിടയിൽ കൂടെ വേണം ഇന്നത്തെ ഒരു തെരച്ചിൽ പുനരാരംഭിക്കാൻ ആ സ്ഥലത്തെ. അതാണ് ജിൽസി, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ചായക്കട ഈ ഗംഗാവാലി നദിയുടെ തീരത്തുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കർവ് പോലുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് ലോറി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ വിശ്രമിക്കുകയായിരുന്നു അർജുൻ എന്നാണ് അവസാനത്തെ ഒരു സാക്ഷികളുടെയൊക്കെ ഒരു മൊഴി, അല്ലെങ്കിൽ അവരൊക്കെ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ ഈ കർവിൻ്റെ ഭാഗത്ത് ഇപ്പോഴും കുറേ മണ്ണ് കിടപ്പുണ്ട്. അത് ഒരു 7-8 അടി ഉയരത്തിൽ മണ്ണിപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ മണ്ണും കൂടി മാറ്റിയാൽ ഒരുപക്ഷെ അതിനുള്ളിൽ ലോറി ഉണ്ടാകാമെന്ന സംശയമാണ് ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നത്. അതിനൊപ്പം അതിൻ്റെ തൊട്ട് താഴെ പുഴയോട് ചേർന്ന പ്രദേശമുണ്ട്, അവിടെയും മണ്ണ് കിടക്കുന്നുണ്ട്. അവിടുത്തെ മണ്ണ് കൂടി മാറ്റി നോക്കണം എന്നൊരാവശ്യവും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ പുഴയുടെ ഭാഗത്തെ മണ്ണ് മാറ്റുന്നതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അതായത് അവിടെ വലിയ കുത്തി ഒലിച്ച് ഒഴുകുന്ന പുഴയാണ്. ആ പുഴയുടെ ഭാഗത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധന പ്രായോഗികമായി നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ രാവിലെ ഇതിൻ്റെ ചില എക്സ്പേർട്ടുകളുമായി രാവിലെ നമ്മൾ സംസാരിച്ചിരുന്നു. രഞ്ജിത്ത് അടക്കമുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ JCB ഉപയോഗിച്ച് ആ ഭാഗത്തെ മണ്ണ് കുഴിച്ചു നോക്കാം, അത്തരത്തിൽ അത് കരയിൽ നിന്നുകൊണ്ട് ആ പുഴയുടെ അരികിൽ കിടക്കുന്ന മണ്ണ് കുഴിച്ചു നോക്കാൻ സാധിക്കുമോ എന്നാണ്, അത്തരത്തിൽ ഉള്ള പരിശോധന നടത്താം എന്നാണ് അവർ പറയുന്നത്. അത്തരമൊരു പരിശോധനയായിരിക്കും ഇന്ന്. അത് കരസേനയുടെ ഭാഗത്തു നിന്നാണ് ആ പരിശോധന ഉണ്ടാവുക. കരസേനയുടെ 60 അംഗ സംഘം ഈ സ്ഥലത്തുണ്ട്. പക്ഷേ അവരിന്നുകൂടി മാത്രമേ ഇവിടെ പരിശോധനയ്ക്ക് ഉണ്ടൂ. അവർ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആ സംഘം ഇവിടെ എത്തുന്നത്. ഇന്ന് വൈകുന്നേരം അവർ തിരികെ പോകും. അവർക്ക് മറ്റ് ചില നേരത്തെയുള്ള ഷെഡ്യൂൾഡായ ചില പരിപാടികളുണ്ട്, അതിലേക്ക് പോവേണ്ടതുണ്ട് എന്നാണ് ഇന്നലെ അതിൻ്റെ തലവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് കരസേനയുടെ തെരച്ചിൽ ഇന്നുകൂടി മാത്രമേ ഉണ്ടാവൂ. സ്വാഭാവികമായും ഇന്നത്തെ തെരച്ചിൽ അതുകൊണ്ട് തന്നെ നിർണായകമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള പരിശോധന നടക്കുന്നു. കരയിൽ 2 ടീം പരിശോധിക്കുന്നു, പുഴയിൽ നാവികസേനയുടെയും സ്കൂബ ടീമിൻ്റെ പരിശോധന നടക്കുന്നു. ഈ കരയിൽ തന്നെ പുഴയുടെ കരയോട് ചേർന്ന് കിടക്കുന്ന മണ്ണ് മാറ്റി ഉള്ള പരിശോധന കരസേനയുടെ സംഘം നടത്തും. ഒപ്പം ഈ റോഡിലോട്ട് ഇടിഞ്ഞു കിടക്കുന്ന മണ്ണിൻ്റെ ആ ഭാഗത്തെ പരിശോധന ഈ മറ്റേ ദേശീയ ദുരന്ത നിവാരണ സംഘം, അതിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ സംഘവും അതുപോലെ NGOs അടക്കമുള്ള ആളുകളും അത്തരമൊരു പരിശോധന നടത്തും. അങ്ങനെ വിശദമായി ഒരു 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് പ്രധാനമായും നടക്കുക. പക്ഷേ ഇതിലൊരു വിഷയമെന്ന് പറയുന്നത്, ഇന്നലെ കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ലോറി കരയിലെ മണ്ണിനടിയിൽ ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ യോഗത്തിൽ ചില മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. അവരുമൊക്കെയായി നടത്തിയ കൂടിയാലോചനകൾക്കും ഒക്കെ ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി അത്തരമൊരു അഭിപ്രായം പറയുന്നത്. മാത്രമല്ല മഞ്ചേശ്വരം MLA AK അഷ്റഫും ഇന്നലെ നമ്മളോട് മീഡിയ വണ്ണോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു അവിടെ ലോറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്. പക്ഷേ അത് പൂർണ്ണമായും ബന്ധുക്കളും മറ്റും തള്ളിക്കളയുകയാണ്. അവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ആ ലോറി ആ മണ്ണിനടിയിൽ തന്നെയുണ്ട്. അത് കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. അവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ എന്തായാലും ഇന്നത്തെ തെരച്ചിൽ വളരെ നിർണായകമാണെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം കരസേനയുടെ സാന്നിധ്യം ഇന്ന് കൂടെ മാത്രമേ അവിടെ തെരച്ചിൽ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് മറ്റ് അസൈൻഡ് ജോലികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ വളരെ നിർണായകമാണ്. ഇന്ന് 2-3 രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ പാർക്കിംഗ് ഏരിയയിലെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള നദികളിലുള്ള സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒപ്പം നദികളിൽ അടിഞ്ഞ മൺതിട്ടയിലെ പരിശോധന, ഇതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്.